ഇന്നുമ്മ കിട്ടണം. തരാ. എവിടാ വേണ്ട? എന്ത് പറ്റി ചേട്ടാ? ഹെഡ്സെറ്റിന് എന്തോ ഒരു കംപ്ലൈന്റ് പോലെ. അയ്യോ, ഇനി എങ്ങനെ സംസാരിക്കും? മോളന്നേ വാഷ്റൂം വരുന്നു കൂട്ടോ. പുതിയ എയർപോർട്ട് മേടിച്ച ആദ്യത്തെ ഒരാഴ്ച പാട്ട് കേക്കല് അത് മസ്റ്റാ. സുമേഷേ, നീ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച എയർപോർട്ട്? അതിനകത്ത് ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുവായിരുന്നു. എന്നാ വോയിസ് ക്ലാരിറ്റിയാ. നിങ്ങളെ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കും, ഞാൻ പോയിന്ന് മുള്ളിയിട്ട് തരാം. അപ്പോൾ വേണം നമുക്ക് പുതിയ സിനിമ കാണാൻ. പതിനെട്ട് മിനിറ്റുള്ളൊരു താത്തയുടെ പാട്ടുണ്ട്, അത് കേക്കാം. സുഖു അല്ല, ഇതെടുക്കാതെ എന്തിനാ കിഴങ്ങൻ പോയെ? താങ്ക്സ്. പുതിയ മുതലാളിയെ കണ്ടിട്ടേ ഇത്തിരി മാന്യനാന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ടല്ലോ. ഫാൻ ഓഫ് ആക്കിയേക്കുവാന്നോ? ഫാൻ ഓഫ് ആക്കിയതല്ല, നോയിസ് ക്യാൻസലേഷൻ. ഓ, ഇതെവിടെ നീട്ടി? അത് പപ്പു. പപ്പു? പപ്പു അല്ല, പപ്പ. അല്ലെന്ന് പാപ്പ കൊണ്ടുവന്ന. മനസ്സിലായോ? മനസ്സിലായി, സംഭവം തന്നെ. ചെറുക്കൻ എന്തോടി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്? അവന് വട്ടുവല്ലോ ആയാ? അത് വട്ടൊന്നുമല്ല, അത് പോടാ. പോടാണെങ്കിൽ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അടയ്ക്കണം. അയ്യോ, ആ പോടല്ല, പിന്നെ ഇത് ചെവി വെച്ച് കേൾക്കുന്ന പോടാ. ഫോട്ടോയിലെടുത്ത് സംസാരിക്കുക. അപ്പൊ വന്ന് പല്ലിനിടയിലും ചെവിയിലും എല്ലാം പോടായോ? ഓ, എന്തോ ചെയ്യാനാ? പ്ലാസ്റ്റിക് കടിയിലാണ് വെള്ളം ഒഴിച്ചു അറിയപ്പെടാം. അത് പ്ലാസ്റ്റിക്കാ അറിയപ്പെടാം. എയർപോർട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓടണം പട്ടിശ പണിക്കാൻ. അത് നിർബന്ധ. അറിയാം അറിയാം അറിയാവുന്നോ? അറിയാം. എന്നാ അരിഞ്ഞോ. ഫുൾ അരിഞ്ഞിട്ടുണ്ടല്ലോ മുടക്കൻ. ഇവനെന്ത് സംസാരിക്കുന്നതെന്നൊന്നും അറിയണമല്ലോ. എനിക്ക് ചെവി കേൾക്കാത്താണോ അതോ ഇവൻ പതുക്കെ സംസാരിക്കുന്നു? ചെവിയുടെ ഇതിലും വലുതായിട്ട് സംസാരിക്കുമല്ലോ. അപ്പൊ സൗണ്ട് ഒന്നും പോയല്ല, സൗണ്ടൊക്കെ ഉണ്ട് വായിക്കത്തിൽ തന്നെ. മോള് എയർപോർട്ടേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ തന്നെ കൊടുക്കും. അയർലൻഡ് ടെക്നോളജിയാ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചേട്ടനെ ഇതേലത്തെ ഒരു എയർപോർട്ട് മേടിച്ചായിരുന്നു. അതും ഇങ്ങനെ തലോടുമ്പോ സൗണ്ട് കൂടും. ഇത് 1000 രൂപയുടെ ഞഞ്ഞാപൂഞ്ഞ ടെക്നോളജി ഒന്നും അല്ല, 20,000 രൂപയുടെ സാധനമാണ്. 21 ഞാൻ ബില്ല് വെക്കാൻ മറന്നുപോയായിരുന്നു. നിനക്ക് ഈ ടെക്നോളജിയെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? നമുക്ക് നിന്റെ കൂട്ടി 10,000 രൂപ എടുത്ത് മേടിക്കാനുള്ള ആവതൊന്നും ഇല്ലടേ. താഴെ ഒക്കെ നോക്കിയിരിക്കുവല്ലേ, എടുത്തങ്ങ് മൂടാൻ. ഞാനിതേ ചത്താലും താഴെ വെക്കത്തില്ല. ഹലോ മോളെ, ഹലോ. ഷോ, ചാർജ് തീർന്നു. ഒരെണ്ണത്തിന്റെ ചാർജ് കുറവാണല്ലോ. നിനക്കെന്താടാ ഒരു ചാർജ് കുറവ്? എടാ, ആ പൊട്ടൻ കറക്റ്റ് ആയിട്ടല്ലടാ എന്നെ വെച്ചത്, അതാ. സാരമില്ല. അങ്ങനെയെങ്കിൽ മുതലാളി എന്നെ മാത്രമേ എടുക്കത്തുള്ളൂ. റൈറ്റ് സൈഡിലുള്ളതിന് ചാർജ് ഉണ്ട്, റൈറ്റ് സൈഡ് മാത്രം ഉപയോഗിക്കാം. കണ്ടോടാ, എന്നെ മാത്രമേ എടുത്തുള്ളൂ. നീ പോയി പണി നോക്ക്. അമ്മയും അച്ഛനും ഒന്നും ഇവിടെ ഇല്ല, തന്നെ ഇരിക്കാം. അയ്യേ, വൃത്തികെട്ടവൻ. ചാടിത്തുള്ളി പോയല്ലോ. അനുഭവിക്ക് അനുഭവിക്ക്. എന്തോടാ ഒരു പരുങ്ങലൊക്കെ? ഒന്നുമില്ല, ഞാൻ റൂമിലോട്ട് പോവായിരുന്നു. ഈ മുതലാളിയുടെ അച്ഛൻ എന്തിനാ എന്നെ എടുക്കുന്നേ? ഇതിനും മാത്രം എന്തോ ഇരിക്കും ഈ സാധനം ചെവി നൂരായിരിക്കാൻ. അതെ, ഞാൻ കുളിക്കാൻ പോയിട്ട് വരട്ടെ. എന്നാ ഞാനും വരട്ടെ? വരണോ? ചുമ്മാ അല്ല ഇവൻ ഇത് ഊരാതെ വെച്ചേക്കുന്നത്. വലിയ സംഭവം മനസ്സിലായേ? സ്വന്തം മോന്റെ കഥ കേൾക്കുന്നു. നാണമുണ്ടോ ഇങ്ങേർക്ക്?
എവിടെ പോടാ? വല്ലാത്ത വയറുവേന, ബാത്റൂം വരെ പോട്ടില്ല. വല്ലാത്ത വയറുവേനല്ലേ? നടക്കട്ടെ നടക്കട്ടെ. എൻ്റെ മോൻ വല്ലാതെ വളർന്നു, കെട്ടിക്കാൻ പ്രായമായി ചെറുക്കനെ. അടുത്തിരുന്നപ്പോൾ അവൻ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റില്ല. എയർപോർട്ടിൽ കൂടെ എല്ലാം കേൾക്കാം. ഓ എന്താ വെച്ചാൽ എപ്പോഴും ചെവി കഴിച്ചോണ്ടിരിക്കുന്നേ? ചെവിക്ക് തന്നെയാണോ? ഓ അത് ചെവിക്കകത്ത് പോടാടാ, അതുകൊണ്ടാ. ഈ ആശുപത്രി പോ. രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴും ടി വി കണ്ടോണ്ടിരിക്കുന്ന ഇങ്ങനെ എന്തുവാ മേളിലോട്ടോ ഒക്കെ ചിരിച്ചോണ്ടിരിക്കുന്നേ? ടി വിയിലുള്ളതിനെക്കാട്ടി അടിപൊളിയാടി മുകളിൽ ഇരിക്കുന്നത്. എന്തോ അവിടെ ഒരു സൗണ്ട്. സൗണ്ടോ? നോക്ക്, രാത്രി ആയിട്ട് തോന്നുന്ന. ഞാൻ ചേട്ടനെ എന്നോട് ഇഷ്ടമുണ്ടോന്ന് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാവേ. ചേട്ടൻ എന്നാ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞേ? അത് നമ്മൾ ഇന്നലെയും കൂടെ അത് പറഞ്ഞതേ ഉള്ളു. അതെ അറിയാ. ഇത് പറഞ്ഞില്ലേ ഞാൻ ചേട്ടനോട് ജീവിതകാലത്ത് മിണ്ടത്തില്ല. ഇച്ചിരി വെള്ളം ഇങ്ങനെ. ആരെയും സൗണ്ട്? ചേട്ടന്റെ അച്ഛന്റെ സൗണ്ട് പോലെ ഉണ്ടല്ലോ. അച്ഛന്റെ സൗണ്ട്. 2023 ഫെബ്രുവരി 5-ാം തീയതി 10 മണിക്ക് നിങ്ങൾ കണ്ട്. മോളെ നമ്മള് 2023 ഫെബ്രുവരി 5 രാവിലെ 10 മണിക്കല്ലേ ഉണ്ട്? എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇങ്ങേർക്ക് മുടിഞ്ഞ മെമ്മറി പവർ ആണല്ലോ. എന്നാലേ എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്നതെന്നാ? മോളെ ഓഗസ്റ്റ് 8. ഒരു കുടുംബകലഹം ഉണ്ടായിരിക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്നെ മോൻ വെറുതെ വിടണം. ഇനിയും കലഹം ഉണ്ടാവില്ല കേട്ടോ. അതെ, എൻ്റെ മോനായോണ്ട് ഞാൻ പറയില്ല. നീ അത്ര വെടുപ്പല്ല കേട്ടോ. ഷോ എന്തുവാടേ ഇത്? ഹലോ മോളെ, ഫോണിലാണെങ്കിലേ ചാർജ് ഇപ്പൊ തീരും. അയ്യോ എന്ത് ചെയ്യും? ചാർജർ അമ്മയുടെ റൂമിലാ കേട്ടോ. അമ്മയുടെ റൂമില് കുത്തിയിട്ടോണ്ട് കാര്യം പറയാൻ പറ്റത്തില്ല. അയ്യോ അപ്പൊ ഇനി എന്തോ ചെയ്യും? മോളൊരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ബാത്റൂമിൽ വരെ പോയിട്ട് നമുക്ക് വഴി ഉണ്ടാക്കാം. അയ്യോ ശരി. മോളെ ഒരു മിനിറ്റ് ഓക്കേ. ഒരു കോള്. ആ പറയടാ. എടാ നിന്റെ ഇരിക്കുന്ന എയർപോർട്ട് എങ്ങനെ ഉണ്ടാ? ശേരാ, ഇത് കിടു എയർപോർട്ട്. ഓക്കേടാ. ഓ പുതിയത് വാങ്ങാനടിക്കും. അല്ലാതെ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങത്തില്ലല്ലോ. എന്തിലോട്ടെ, ഞാനേ ഒന്ന് ബാത്റൂമിൽ പോയിട്ടോട്ടെ. ഏതാണ് എവൻ? എനിക്കറിയത്തില്ല ആരിത്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. പറ. നമുക്ക് ഇവിടുന്നും പോവാൻ സമയമായി.